വിരമിച്ച ഉദ്യോഗസ്ഥന് ശുചിത്വ മിഷനിൽ നിയമനം. 9 വർഷത്തിന് മുൻപ് നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് വിരമിച്ച കബീർ ബി ഹാറൂണിനാണ് നിയമനം നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ അടുത്ത സുഹൃത്തെന്നുള്ള പരിഗണനയിലാണ് നിയമനമെന്നാണ് ആക്ഷേപം. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി MS വീണ തലസ്ഥാനത്ത് നിന്ന് ചേരുന്നുണ്ട്. വീണ, ഇങ്ങനെ വിരമിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ കുത്തിനിറച്ച് നിയമനങ്ങൾ നൽകുന്നത് ഇടത് സർക്കാരിന്റെ കാലത്ത് വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ വരുന്നു, വീണ്ടും അതും വിരമിച്ചിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞ ഒരാളെ വീണ്ടും സർക്കാർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വീണ? പ്രജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് പുനർനിയമനം നൽകിയെന്നുള്ള വാർത്ത ജനം TV പുറത്തുവിട്ടത്. അതിന് പിന്നാലെ മറ്റൊരു നിയമനം കൂടി നൽകിയിരിക്കുന്നതാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ സുഹൃത്തെന്ന പരിഗണനയിലാണ് ശുചിത്വ മിഷൻ ക്യാമ്പയിൻ കൺസൾട്ടന്റായി നിയമനം നൽകിയിരിക്കുന്നത്. കബീർ ബി ഹാറൂണിനാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. 2017 നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. ഡയറക്ടർ തസ്തികയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ വർഷങ്ങളായി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ ഇത്രയും കാലയളവ് കഴിഞ്ഞ് ഒരു പുനർനിയമനം നൽകുന്നത് അസാധാരണ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 70,000 രൂപയാണ് ഈ ഉദ്യോഗസ്ഥന് പെൻഷനായി ലഭിക്കുന്നത്. പെൻഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു നിയമനം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ശുചിത്വ മിഷന്റെ കൺസൾട്ടന്റായാണ്, ക്യാമ്പയിൻ കൺസൾട്ടന്റായിട്ടാണ് നിയമനം നൽകിയിരിക്കുന്നത്. 50,000 രൂപയാണ് ആ പദവിയിൽ, ആ തസ്തിക പ്രകാരം ഇദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിരമിച്ച ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരു ചുമതല ഇപ്പോൾ പുതിയൊരു തസ്തികയിലേക്ക് പുനർനിയമനം നൽകിയിരിക്കുന്നത് വിവാദങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ആ തസ്തികയിലേക്ക് വരേണ്ട, പ്രമോഷൻ ലഭിക്കേണ്ട നിരവധി ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിരമിച്ചു പോയ, സർവീസിൽ നിന്ന് മറ്റൊരു ഇടത്തുനിന്ന് വിരമിച്ചു പോയ ഒരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ളൊരു നിയമനം നൽകിയിരിക്കുന്നതാണ് KM ഷാജിക്കെതിരെ വിമർശനം ഉയരുവാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നിലവിൽ ഇത്രയും അധികം തുക കിട്ടുന്ന ഈ ഉദ്യോഗസ്ഥന് ശമ്പളം ഇനിയും കൂട്ടിക്കൊടുക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുകൂടിയുള്ള വിമർശനം ശക്തമാകുന്നുണ്ട്. കൂടാതെ സാധാരണ ഇത്തരത്തിലുള്ള ഒരു നിയമനം നടക്കുമ്പോൾ നമുക്കറിയാം, ഈ കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വരുമ്പോഴും ഇടതുപക്ഷ മുൻ സർക്കാരാണെങ്കിൽ പോലും വഴിവിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ, ഇത്തരത്തിലുള്ള നിയമനങ്ങൾ മുൻപ് നടത്താറുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവരെ അവരുടെ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നിയമിക്കുന്ന ശൈലിയുണ്ട്. അത് പലപ്പോഴും വിവാദമാകാറുണ്ട്. പിന്നീട് അത് പിൻവലിച്ചുകൊണ്ട് തടി തപ്പുന്ന നിലപാട് സ്വീകരിക്കുന്നതുമുണ്ട്. ഇത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. നിലവിൽ പാർട്ടി പ്രവർത്തകരടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അവർക്ക് ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ പ്രിയപ്പെട്ട ഒരാളെ നിയമിക്കണമെങ്കിൽ അത് പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അല്ലാതെ പാർട്ടിക്കകത്ത് കൂടി ചർച്ച ചെയ്ത് വേണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിയമനം നടത്തേണ്ടിയിരുന്നെന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. പ്രവർത്തകർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. വളരെ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, പ്രഗത്ഭനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മന്ത്രിയുടെ സുഹൃത്ത് എന്നുള്ളൊരു പരിഗണനയിലാണ് കബീറിന് ഇത്തരത്തിലുള്ള ഒരു നിയമനം നൽകിയിരിക്കുന്നതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. എന്തായാലും ഈ ഒരു നിയമനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്ന് കൂടിയാണ് ഇനി അറിയേണ്ടത്. നേരത്തെ വൈദ്യുതി മന്ത്രിയുടെ PS ആയിട്ടുള്ള നിയമനം അദ്ദേഹത്തിന്റെ ബന്ധുവിന് നൽകി എന്നുള്ളത് വിവാദമായിരുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിയമനമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നേരത്തെ ഒരു വിരമിച്ച ചീഫ് സെക്രട്ടറിയെ പിടിച്ച് കിഫ്ബിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തി കോടികൾ ശമ്പളം കൊടുത്തിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ UDF സർക്കാർ വന്നിട്ടും ആ സമീപനങ്ങളിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. അവർക്ക് പ്രിയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ കൊണ്ടിരുത്തി ലക്ഷങ്ങൾ ശമ്പളം നൽകുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം.